ഏതോ ജന്മകൽപ്പന പ്രേക്ഷകർ കാത്തിരുന്ന മുഹൂർത്തമോ? അതേ പ്രേക്ഷകരെ ഒരു കിടിലൻ പ്രൊമോ തന്നെയായിരുന്നു കേട്ടോ. നമ്മുടെ ശ്രുതിയുടെ നമ്മുടെ ശ്യാമിൻ്റെ ഫോണിൽ നിന്നും ആ ഒരു നമ്പർ കിട്ടിയിട്ട് അതിലേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പേര് രാജകുമാരി എന്നാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇനി നമ്മുടെ അഞ്ജലിയെ അയാൾ വിളിച്ചിട്ടുണ്ടാകുമോ? അയാൾ സത്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമോ? നമ്മുടെ അഞ്ജലിയും നമ്മുടെ ശ്യാമിൻ്റെ കള്ളത്തരമൊക്കെ അറിഞ്ഞു കാണുമോ? എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ശേഷം നമ്മുടെ ശ്രുതിയും അശ്വിനും തമ്മിലിങ്ങനെ അശ്വിൻ ഇങ്ങനെ പറയുന്നുണ്ട് ശ്രുതിയോട്, ഒരു പെണ്ണിനും ആണിനും ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കില്ല, അത് കല്യാണം കഴിച്ചിട്ടായാലും കഴിക്കാതെ ആയാലും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നിങ്ങൾ വെറുതെ പൊട്ടത്തരമൊന്നും പറയല്ലേ, ലാവണ്യ മാഡം പോയത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്, അല്ലാണ്ട് ഒരിക്കലും ലാവണ്യ മാഡത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അശ്വിനും ശ്രുതി ഇങ്ങനെ അശ്വിനടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മുടെ ശ്രുതി ലാവണ്യയോട് സംസാരിക്കുകയും ലാവണ്യയുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുകയും നമ്മുടെ അശ്വിൻ്റെ അരികിലേക്ക് തിരികെ വിടുന്നൊരു ദൃശ്യങ്ങളായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ അശ്വിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ ലാവണ്യയെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ അശ്വിൻ ഇങ്ങനെ ശ്രുതിയെ നോക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി ഇങ്ങനെ ഒരു എന്താ പറയുക, ചമ്മലോടുകൂടി നമ്മുടെ അശ്വിനെ നോക്കുന്നൊരു രംഗമായിട്ട് നമുക്ക് പ്രൊമോയിൽ അവസാനം കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും ആ ഒരു മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.